കാത്തിരിപ്പിനും അന്വേഷണത്തിനും അവസാനമായിരിക്കുന്നു. പ്രവാസ ലോകം ഉറ്റുനോക്കിയ ആ അധ്യാപിക ആരാണ്? ശബ്ദം സോഷ്യൽ മീഡിയ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇനി ഷെയ്ഖിന്റെ സമ്മാനങ്ങളായിരിക്കുമോ അധ്യാപികയെ തേടിയെത്തുന്നത്? UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അന്വേഷിച്ച അധ്യാപികയെ കണ്ടെത്തിയിരിക്കുന്നു. അലൈൻ അൽ ആലിയ സ്കൂളിലെ കൗൺസിലർ ഷെയ്ഖ അൽ നുഐമി. ഷെയ്ഖയോട് വിദ്യാർത്ഥികൾക്കും മറ്റ് അധ്യാപകർക്കും നിറയെ സ്നേഹമാണ്. ഷെയ്ഖയുടെ ട്വിറ്റർ ഫോളോവേഴ്സാണ് അവരെ തിരിച്ചറിഞ്ഞ് മറുപടി നൽകിയിരിക്കുന്നത്. സ്കൂളിലെ പ്രവേശന കവാടത്തിൽ കുട്ടികളെ സ്വീകരിക്കുന്ന ഷെയ്ഖയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഈ അധ്യാപിക ആരാണെന്ന് തിരക്കി ഷെയ്ഖ് മുഹമ്മദ് ട്വിറ്ററിൽ ഇതേ വീഡിയോ പങ്കുവച്ചിരുന്നു. ആ അന്വേഷണത്തിനാണ് ഇപ്പോൾ ഉത്തരമായിരിക്കുന്നത്. സ്നേഹം കൊണ്ട് കുഞ്ഞുങ്ങളെ കീഴടക്കുന്ന അധ്യാപിക കുഞ്ഞുമക്കളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച് കെട്ടിപ്പിടിച്ച് കുശലം പറഞ്ഞ് സ്കൂളിലേക്ക് സ്വീകരിക്കുന്ന ഈ അധ്യാപിക ഏത് സ്കൂളിലെയാണ് എന്നാണ് ഷെയ്ഖ് അന്വേഷിച്ചത്. സ്കൂളിന്റെ പ്രവേശന കവാടത്തിൽ നിന്ന് അധ്യാപിക രാവിലെ കുട്ടികളെ സ്വീകരിക്കുന്നതാണ് വീഡിയോ. ഇതിൽ അവരുടെ മുഖം കാണിക്കാതെ ശബ്ദം മാത്രമേ ഉള്ളൂ. സന്തോഷമുള്ള സുപ്രഭാതം, പുഞ്ചിരിയുടെ പ്രഭാതം എന്നൊക്കെ കുട്ടികളും അധ്യാപികയും പറയുന്നുണ്ട്. ആ സന്തോഷം നിറഞ്ഞ അന്വേഷണത്തിനാണ് ഇപ്പോൾ ഉത്തരമായിരിക്കുന്നത്. ചിരിക്കാത്ത കുട്ടികളോട് എന്താണ് കുഞ്ഞെ ചിരിക്കാത്തത്, ചിരിക്കൂ, ചിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ആ അധ്യാപിക, ആ സ്നേഹത്തിനാണ് ഇപ്പോൾ ഉത്തരമായി ട്വിറ്റർ ഫോളോവേഴ്സ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും തൻ്റെ വീഡിയോ വൈറലായതറിഞ്ഞ ഷെയ്ഖ അൽ നുഐമി എല്ലാവർക്കും നന്ദിയും അറിയിച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായതിൽ ആത്മാർത്ഥമായ നന്ദി. ഈ അഭിനന്ദനം എനിക്കെൻ്റെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനും പുതിയ തലമുറയെ നല്ലവരായി വാർത്തെടുക്കാനും പ്രചോദനം നൽകുമെന്നാണ് അവർ പറയുന്നത്. വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം? വളരെ സംഘർഷങ്ങൾ നിറഞ്ഞ ഈ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ, വളരെ ചെറിയ കുഞ്ഞുങ്ങൾ എത്ര സ്നേഹത്തോടെയാണ് പാലിക്കപ്പെടേണ്ടതെന്നും സ്കൂൾ തലത്തിൽ ചെറിയ ക്ലാസ് തലം മുതൽ തന്നെ അവർക്ക് വേണ്ട സംരക്ഷണം, ആ സ്നേഹം, കരുതൽ, അതാണ് ഇപ്പോൾ ഈ അധ്യാപിക മാതൃകയായി ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.